ഹലോ മക്കളെ, അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ CBSE റിസൾട്ട് ഡേ എന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. CBSE 10ന്റെയും CBSE 12ന്റെയും റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നാളത്തെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും അത്രയും എക്സൈറ്റഡ് ആയിരിക്കും എന്നുള്ള ദിവസം അറിയാം. അപ്പോൾ നിങ്ങളുടെ എത്രത്തോളം ഉണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? എല്ലാവർക്കും നിങ്ങൾക്ക് വിചാരിച്ച സ്കോർ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ കുറേ പേരൊക്കെ ഓൾറെഡി നമ്മുടെ റിസൾട്ട് നോക്കിയിട്ടുണ്ടായിരിക്കും. ഇനി അഥവാ ആരെങ്കിലും റിസൾട്ട് നോക്കാനായിട്ട് ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ള മിസ് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് CBSE.gov.in എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് CBSE results.nic.in എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ 3 ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ 10th റിസൾട്ടാണ്. ഞാൻ അടിയിൽ കാണുന്ന 3 ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ 12th റിസൾട്ടാണ്. അപ്പോൾ ഇതിൽ കുറേ ലിങ്ക് കാണുമ്പോൾ ഇത് എന്താണ് സംഭവം, ഓരോന്നിലും വേറെ വേറെയാണോ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതെന്ന് വിചാരിക്കേണ്ട. ഒരു ലിങ്ക് വർക്ക് ആയിട്ടില്ലെങ്കിൽ മറ്റേത് എടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലായാലും നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 10th റിസൾട്ട് നോക്കണം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ, നമ്മുടെ സ്കൂൾ നമ്പർ, അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അഡ്മിറ്റ് കാർഡ് ID-യും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് പറയാം. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും, മിസ് മാത്രമല്ല നമ്മുടെ ഫുൾ ഫാമിലി ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം, നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ മാർക്ക് എന്നൊക്കെ അറിയാനായിട്ട് നമ്മളിവിടെ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ CBSEയുടെ റിസൾട്ടൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? +1 +2 ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാനും നമ്മുടെ +1 സ്റ്റുഡൻസിന് മാത്രമായിട്ട് നമ്മുടെ എക്സാമിനറിന് ഒരു ബാച്ച് ഉണ്ട്. അതാണ് നമ്മുടെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് എല്ലാ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് വരെ അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഫുള്ള് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാത്രം മതി. ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം ഉറപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഓൾറെഡി സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് പലർക്കും +1 +2ൻ്റെ കൂടെ തന്നെ നീറ്റും കൂടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ടായിരിക്കും. കാരണം നമുക്ക് പലരും ചെയ്യുന്നൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 +2 കഴിഞ്ഞിട്ട് നീറ്റിന് വേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സമയം കുറവായിരിക്കും, പക്ഷെ പഠിച്ചെടുക്കേണ്ട കണ്ടന്റ് ആണെങ്കിൽ കുറേ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ഇപ്പോഴും നല്ലത്. അപ്പം നിങ്ങൾക്ക് ഇത് +1 +2 പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നീറ്റും കൂടെ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് +1 +2ൻ്റെ കൂടെ തന്നെ നീറ്റും കൂടെ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് +1 +2 നീറ്റും എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്പെഷ്യലായിട്ട് തന്നെ നീറ്റിന് വേണ്ടി തന്നെ ഒരു ടീം തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പക്ഷേ ഇനി കുറേ ആൾക്കാർക്ക് സാധിക്കുന്നതായിരിക്കില്ല. വെറും 5 സീറ്റും കൂടെ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഈ ഒരു CBSE റിസൾട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്പെഷ്യൽ കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾക്ക് സ്കോളർഷിപ്പും കൂടെ കിട്ടാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ആ സ്കോളർഷിപ്പൊക്കെ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാതെ വേഗം തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വേഗം തന്നെ വിളിച്ച് അഡ്മിഷൻ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു മക്കളെ. വൺസ് അഗെയിൻ നമ്മുടെ ഈ ഒരു CBSE റിസൾട്ടിൽ എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്.